CBI അന്വേഷണം ആവശ്യപ്പെട്ട തിരുവമ്പാടി ദേവസ്വം ADGPയുടെ റിപ്പോർട്ട് DGP നേരത്തെ തള്ളിയതാണെന്ന് ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ പറഞ്ഞു. ആ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് DGPയും ഗവൺമെന്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ത്രിതല അന്വേഷണം വെച്ചത്. അപ്പം അത് സ്വാഗതാർഹമാണെന്ന് തിരുവമ്പാടി ദേവസ്വം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് 2 പ്രാവശ്യം ഞങ്ങളുടെ ഹിയറിങ് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി അടുത്ത ഹിയറിംഗ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. പല ആൾക്കാരെയും ഹിയറിങ്ങിന് വിളിച്ചിരുന്നു. അവരെല്ലാം അവരേതായ അഭിപ്രായങ്ങൾ കൊടുത്തിട്ടുള്ളതുമാണ്. അതിൻ്റെ റിപ്പോർട്ടാണ് വരേണ്ടത്. ഇത് മറ്റൊരു തലത്തിലേക്ക് അന്വേഷണം നടത്തണം. CBI അന്വേഷിക്കട്ടെ. ഇതിൽ ആരാണ് തെറ്റുകാർ, ആരാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്, അവർ നിയമത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരട്ടെ. എന്ത് ശിക്ഷ വേണമെങ്കിലും തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഈ പറയുന്ന ആൾക്കാർ അനുഭവിക്കാൻ തയ്യാറാണ്. തെറ്റില്ലെങ്കിൽ ഇത് ഇത്തരം റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളവരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവരെയും ക്രൂശിക്കണം. ത്രിതലത്തിൽ അന്വേഷണം നടക്കുകയാണ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത്. പൂരം കലക്കിയത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ മുകളിൽ കെട്ടിവെക്കാനുള്ള ഗൂഢശ്രമമാണ് ഇതിന് പിന്നിൽ. 3500ഓളം പോലീസ്, ഉയർന്ന ഉദ്യോഗസ്ഥർ, ഇന്റലിജൻസ്, റവന്യൂ ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. പൂരം കലക്കുമെന്ന് പൂരം കഴിഞ്ഞ ശേഷമാണോ അവർ അറിഞ്ഞതെന്നും ഗിരീഷ് കുമാർ ചോദിച്ചു. 2023 ഉണ്ടായ കാര്യങ്ങൾ 2024 ആവർത്തിക്കരുതെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ആവർത്തിച്ചപ്പോഴാണ് തടസ്സമായി നിന്നത്. അത് പൂരം കലക്കാനായിരുന്നില്ല. തിരുവമ്പാടി ഒരു രാഷ്ട്രീയ കളിയും കളിച്ചിട്ടില്ല. ഈ കേസ് തെളിയിക്കണമെങ്കിൽ CBIക്ക് വിടണമെന്നും ഗിരീഷ് കുമാർ പറഞ്ഞു.